ശബരിമല മിൽമ നെയ് ക്രമക്കേടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രതി ചേർക്കും. ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും കേസിൽ പ്രതിയാക്കും. വിജിലൻസ് ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇരുവരും നിലവിൽ തടവിലാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. പ്രശാന്ത്, നമുക്കറിയാം നിലവിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ രണ്ടുപേരും ജയിലിലാണ്. അതിനിടയിലാണല്ലോ ഇപ്പോൾ ഈ അഭിഷേകത്തിന് നിലവാരമില്ലാത്ത നെയ്യ് എത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം കൂടി ഇപ്പോൾ ഇരുവർക്കും പണിയാകുന്നത്. ഇന്ന് തന്നെ അന്വേഷണ സംഘം FIR ഇടുമെന്ന് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കുമോ? തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും പ്രശാന്ത്? ഗൗതം, കഴിഞ്ഞ സീസണിൽ ശബരിമല സീസണിൽ നടന്ന നെയ്യ് സീസണിലേക്ക് നെയ്യ് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അത് ക്രമക്കേടുകൾ ഉയർന്നു വരുന്നത്. അതിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് വരികയാണ്. ഇതിനിടയിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിൻ്റെ കൂടി ഇടപെടൽ ഇതിലുണ്ടായിരുന്നു. ക്രമക്കേടിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കൂടി കണ്ടെത്തൽ, ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ ഇപ്പോൾ SITയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇത് സംബന്ധിച്ചുള്ള പ്രശാന്തിനെ പ്രതി ചേർക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇനി പ്രത്യേക അന്വേഷണ സംഘം കടക്കുക. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് അംഗം അജികുമാർ ഉൾപ്പെടെയുള്ളവർക്കുള്ള അന്തരിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ളവരെ പ്രതി ചേർക്കാനുള്ളൊരു നീക്കം ആണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. അതായത് ഈ ക്രമക്കേടിന് വഴിവെച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പ്രശാന്തിൻ്റെ ഇടപെടൽ തന്നെയാണെന്നാണ് ഇപ്പോൾ SIT മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ലഭിക്കുകയും ചെയ്തു. പുറത്തുനിന്ന് നെയ്യ് എത്തിക്കും. അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കമ്പനി 369 രൂപ ലിറ്റർ നിരക്കിൽ ഗുണമേന്മയുള്ള നെയ്യ് ശബരിമലയിലേക്ക് എത്തിക്കാമെന്ന് അറിയിച്ചെങ്കിൽ പോലും ആ കമ്പനിക്ക് കരാർ നൽകാതെ മിൽമയ്ക്ക് കരാർ നൽകിയായിരുന്നു. 500 രൂപയ്ക്ക് മുകളിൽ 513 രൂപയ്ക്ക് കരാർ നൽകുകയായിരുന്നു. ഇതാണ് കൂടിയ വിലയ്ക്ക് കരാർ നൽകിയതോടുകൂടി തന്നെ മിൽമയ്ക്ക് കരാർ നൽകിയതോടുകൂടി തന്നെ 2 കോടി രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് സംഭവിച്ചായിട്ടുള്ള വിവരങ്ങളും ഇരിക്കുന്നു. മാത്രമല്ല, ഈ ഒരു കരാറാണ് മിൽമയ്ക്ക് ഇത്തരത്തിലുള്ള നൽകിയ ഒരു കരാറാണ് ഈ ക്രമക്കേടിനെ വഴിവെച്ചത്. മാത്രമല്ല, ഗുണമേന്മയില്ലാത്ത നെയ്യ് ശബരിമലയിലേക്ക് എത്തുന്നതിന് കാരണമായത് എന്നതൊക്കെ അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അനുമതി നൽകിയത് ഈ പ്രശാന്തിൻ്റെ ഇടപെടൽ തന്നെയാണെന്നാണ് നിലവിലെ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രശാന്തിനെ കൂടി പ്രതി ചേർത്തുകൊണ്ടൊരു അന്വേഷണത്തിലേക്ക്, അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് അംഗത്തെ കൂടി പ്രതി ചേർത്തുകൊണ്ടൊരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ SIT നൽകുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് അടക്കം FIR അടക്കം ഇട്ടുകൊണ്ട് അത് കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. നമുക്കറിയാം, എന്തായാലും പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ആദ്യം ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സമയത്ത് തൻ്റെ കൈ ശുദ്ധമാണെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിരവധി പറഞ്ഞതാണ്. എന്നാൽ അവസാനം ആ കേസിൻ്റെ അന്വേഷണം ചെന്നെത്തുന്നത് പ്രശാന്തിലേക്ക് കൂടി എത്തുകയും പ്രശാന്തിൻ്റെ അറസ്റ്റടക്കം ഉണ്ടാകുകയും ഇപ്പോൾ ജയിലിൽ തുടരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കവർച്ച മാത്രമല്ല നെയ്യ് ക്രമക്കേടിലടക്കം പ്രശാന്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. ദുരൂഹമായ രീതിയിലുള്ള ഇടപെടലുകൾ പ്രശാന്ത് നടത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുക. മാത്രമല്ല, ഈ മിൽമയുടെ നെയ്യ് എങ്ങനെയാണ്, ഈ ഗുണനിലവാരമില്ലാത്ത നെയ്യ് എങ്ങനെയാണ് ശബരിമലയിലേക്ക് എത്തിയത്? 1 ലക്ഷത്തിലധികം ആണ് ഈ നെയ്യാണ് കഴിഞ്ഞ സീസണിലെത്തിയത്. പ്രശാന്ത്, എന്തായാലും വ്യക്തമാണ്, ശബരിമലയിലേക്ക് ഗുണനിലവാരമില്ലാത്ത നെയ്യ് എത്തിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യം അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ആ കേസിൽ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്, ഇപ്പോൾ ജയിലിൽ കഴിയുന്ന PS പ്രശാന്തിനെയും പ്രശാന്തിൻ്റെ ഭരണസമയത്ത് ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന അജികുമാറിനെ കൂടി പ്രതി ചേർക്കുകയാണ്. ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാകും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.